ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ റെസിപ്പിയിൽ നമ്മൾ സവാളയും തക്കാളിയും ഒന്നും വഴറ്റുന്നില്ല. ഇതിലും എളുപ്പത്തിലൊരു ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു സൂപ്പർ ബിരിയാണിയാണിത്. അപ്പോൾ പറഞ്ഞു നിൽക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഒരു 3 അല്ലെങ്കിൽ 4 വലിയ സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. പിന്നെ തക്കാളി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി ഇതേപോലെ തന്നെ വലിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണവും ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണവും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ഒരു വെളുത്തുള്ളിയുടെ മുഴുവനും അത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബീഫാണ് ഇട്ട് കൊടുക്കേണ്ടത്. ബീഫ് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. അത് ഒരു വലിയ വലിയ കഷ്ണമായിട്ടാട്ടോ മുറിച്ചിട്ടുള്ള. ബിരിയാണിയിൽ എപ്പോഴും വലിയ കഷ്ണമാണ് നല്ല ഇരിക്കുക. കറിയിലിടുന്ന പോലെയല്ല. കറിയിലാണെങ്കിൽ ചെറിയ കഷ്ണവും ബിരിയാണിയിലാണെങ്കിൽ ബീഫ് വലിയ കഷ്ണവുമാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ബീഫും ചേർത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മസാലകളാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2-3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ആവശ്യം ഗരം മസാല പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തൈരിൻ്റെ പുളി അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാനിപ്പോൾ 2 വലിയ സ്പൂണ് തൈരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഉപ്പും പിന്നെ കുറച്ച് ഓയിലുമാണ്. അപ്പോൾ ഉപ്പ് പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാം കേട്ടോ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 2 സ്പൂണോളം ഉപ്പ് ചേർത്ത് ഇനി കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതാണ്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ പുതിന ചേർക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പുതിനയുടെ ഇല ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ ബിരിയാണി വേവാൻ ആവശ്യമുള്ള കുറച്ച് ഓയിൽ ചേർത്താൽ മതി. കാരണം ബീഫിൽ ഓൾറെഡി കുറച്ച് നെയ്യ് ഉണ്ടാവും. ഓവർ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കൂടെ ചേർത്ത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം ഇതുപോലെ കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇനി ഇത് ഞാൻ കുക്കറിലോട്ടേക്ക് മാറ്റിയിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം കൂടെ കുക്കറിൽ തന്നെ ആദ്യമേ ഇട്ട് മിക്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബീഫിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് വേവുന്ന സമയം മതി കേട്ടോ. എല്ലാം കൂടെ വെന്ത് വരാൻ വേണ്ടിയിട്ട് അധികം ലോ ഫ്ലെയിമിലും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ചോറാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ള ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടാവുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും പിന്നെ കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടാക്കി എടുക്കുക ചെയ്തത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള നമുക്കൊന്ന് പൊരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നേരിയതായിട്ട് അരിഞ്ഞ സവാളയാണ്. അപ്പോൾ അത് മൊത്തത്തിൽ നമുക്കൊന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. കുറച്ച് സമയം കൂടുതലെടുക്കും ഇത് ഫ്രൈ ചെയ്യാൻ. പക്ഷെ എന്നാലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റാം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് പട്ടയും കറാമ്പും ഏലക്കായും ചേർത്ത് കൊടുക്കാം. അതേ ഓയിൽ തന്നെയാണ് ചേർത്തത്. ഓയിലും ഗീയും മിക്സ് ചെയ്തിട്ടതാണല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുത്തത്. ഇനി പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.5, കുതിർത്ത് വെച്ച അരിയാണെങ്കിൽ 1.5യും കുതിർക്കാത്ത അരിയാണെങ്കിൽ ഡബിളുമാണ് വെള്ളം ചേർക്കേണ്ടത്. അതെനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളത്തിന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി തിളച്ച വെള്ളത്തിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഈ അരി ഒരു 15 മിനിറ്റോളം ഞാൻ കുതിർത്ത് വെച്ചതാട്ടോ. അപ്പോൾ ഇനി വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഈ അരി ഈ തിളച്ച വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മൾ 15 മിനിറ്റ് കുതിർത്ത അരി കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അരിനൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ അരി വെന്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അരി മുക്കാൽ ഭാഗമാണ് വേവിച്ചെടുക്കുന്നത്. ബാക്കി അരി നമ്മൾ ദം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയാട്ടോ വേവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 1 ഗ്ലാസ് വെള്ളത്തിന് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് ചേർക്കുകയാണെങ്കിൽ പിന്നെ അത് നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളെ ബീഫിൻ്റെ കുറുമയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫൊക്കെ വെന്ത് കഴിഞ്ഞു, നമ്മളെ കുറുമയും റെഡിയായി. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യണം. ബിരിയാണി എപ്പോഴും ദം ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരിക. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീരിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ കളർ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ സാഫ്രോൺ ഇല്ലേ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുനാരങ്ങ നീര്, പിന്നെ ആവശ്യം നമ്മൾ നേരത്തെ വറുത്ത് കോരിയെടുത്ത സവാളയാട്ടോ, വളരെ നേരിയതായി അരിഞ്ഞ് വറുത്ത് കോരിയെടുത്തില്ലായിരുന്നു ആ സവാളയും, പിന്നെ കുറച്ച് നെയ്യും, ഇത്രയാണ് ആവശ്യം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വെന്ത ബീഫിൻ്റെ കുറുമയാണ്, കുക്കറിലിട്ട് നമ്മൾ വേവിച്ചെടുത്ത ബീഫിൻ്റെ കുറുമ നമ്മൾ ഈ ചെമ്പിലോട്ട് മാറ്റി, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഇത് ഓവണിൽ വെച്ച് ദം ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഒരു പാത്രം എടുത്തത്. അപ്പോൾ നിങ്ങൾ അടുപ്പത്ത് തന്നെയാണ് ദം ചെയ്യുന്നതെങ്കിൽ നിങ്ങളടുത്തുള്ള ഏത് ചെമ്പാണോ ഉള്ളത് അതെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടിയിൽ ആദ്യം കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് അരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അരി മൊത്തത്തിൽ ചോറ് മൊത്തം അതിന് മുകളിൽ ഇട്ട് കഴിഞ്ഞു, സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ നീരിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ കളർ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും അല്ലെങ്കിൽ സാഫ്രോൺ ഇല്ല, സാഫ്രോണിൻ്റെ 2 നാര് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് പൊരിച്ച് വെച്ച് സവാളയാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വളരെ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് നെയ്യ് നമുക്ക് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു സ്പൂണ് നെയ്യ് മാത്രമാണല്ലോ ചേർത്തത്. അപ്പോൾ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നെയ്യിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ, അപ്പോഴേ അതിൻ്റെ കറക്റ്റ് സ്വാദ് വരുള്ളൂ. അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഞാനിത് ഓവണിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെമ്പിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. നല്ലൊരു ചെമ്പ് എടുത്തിട്ട് അതിൽ ഇതേപോലെ സെറ്റ് ചെയ്യുക, എന്നിട്ട് നല്ലോണം മൂടി വെച്ച് പൂട്ടിയിട്ട് പിന്നെ നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പത്ത് വെച്ച് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇവിടെ ഞാനിപ്പോൾ ഓവണിലാണ് ദം ചെയ്യുന്നത്. ഓവണിൽ ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് ഞാനൊന്ന് നന്നായിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ദം ചെയ്തെടുത്തപ്പോഴേക്കും നല്ല സൂപ്പർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ബിരിയാണിയുടെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓവണിൽ ദം ചെയ്യണമെങ്കിൽ അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇത്രയും ഈസി ആയിട്ടുള്ള ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. വീണ്ടും വേറെ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.